Hi everyone, welcome back to Grow Malayalam. അപ്പോൾ ഇന്ന് മ്യൂച്വൽ ഫണ്ട് വേൾഡിൽ രണ്ട് വലിയ കോണ്ടന്റേഴ്സ് തമ്മിലാണ് മാച്ച്. അപ്പോൾ ഒരു സൈഡിൽ HDFC ഫ്ലെക്സിക്യാ ഫണ്ട്, വേറൊരു സൈഡിൽ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട്. അപ്പോൾ ആര് ജയിക്കും? ആരായിരിക്കും ഇവിടെ ബെറ്റർ? അപ്പോൾ നമുക്കിന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുന്നോട്ടേക്ക് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുപാട് നല്ല യൂസ്ഫുൾ കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവില്ല. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇക്വിറ്റി ഫണ്ട് പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ ആളുകൾക്ക് അവരുടെ റിസ്ക് ടോളറൻസും ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളൊക്കെ അനുസരിച്ച് ടോപ്പ് പെർഫോമിംഗ് ഇക്വിറ്റി ഫണ്ട്സ് കണ്ടെത്താനായിട്ടാണ് പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം സെയിം കാറ്റഗറിയിൽ തന്നെ നമ്മൾ രണ്ട് ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഫണ്ട് മറ്റേ ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നൽകുന്നുണ്ടാവും. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് റിസ്ക്കും കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങളുടെ റിസ്ക് ടോളറൻസ് മാച്ച് ചെയ്യാത്ത ഒരു ഇക്വിറ്റി ഫണ്ടിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് സമയത്ത് നിങ്ങൾ എന്താണ് പാനിക്കായിട്ട് വലിയ നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഫണ്ട് എക്സിറ്റ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ സെയിം കാറ്റഗറിയിലുള്ള ഫണ്ട്സ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഒരു ആപ്പിൾ നമ്മൾ വേറൊരു ആപ്പിളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ ഒരു ഓറഞ്ച് ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് രണ്ട് ഫ്ലെക്സിക്യാ ഫണ്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, അതുപോലെ HDFC ഫ്ലെക്സിക്യാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തും. അപ്പോൾ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേമിൽ ഈ രണ്ട് ഫണ്ടും അവരുടെ ബെഞ്ച് മാർക്ക് അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ടോ നിങ്ങൾ കാണരുത് എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പം എന്താണ് ഫ്ലെക്സിക്യാ ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫ്ലെക്സിക്യാ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേരിലുള്ളതുപോലെ തന്നെ അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫണ്ട് മാനേജേഴ്സിന് ഇവിടെ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ലാർജ് ക്യാപ്പിലേക്കോ മിഡ് ക്യാപ്പിലേക്കോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് അവർ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അവർക്ക് മാറ്റാം. അപ്പം നിങ്ങളിതൊരു ക്രിക്കറ്ററും പോലെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം. അപ്പോൾ ടീമിൻ്റെ ആവശ്യം അനുസരിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ ഓപ്പണറായിട്ട് അവർക്ക് വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ മിഡിൽ ഓർഡർ റോൾ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനിഷറൊക്കെ ആയിട്ട് കളിക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലെക്സിക്യാ ഫണ്ട് മാനേജേഴ്സിന് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതായത് മാർക്കറ്റ് അനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം സെബിയുടെ കാറ്റഗറൈസേഷൻ അനുസരിച്ച് ഫ്ലെക്സിക്യാ ഫണ്ട്സ് അവരുടെ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ 65% ഇക്വിറ്റി അതുപോലെ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റിയോടെ ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ ഫ്ലെക്സിക്യാ ഫണ്ട്സിൽ ഇൻവെസ്റ്റേഴ്സിന് ഡൈവേഴ്സിഫിക്കേഷൻ ലഭിക്കും. കാരണം അവർക്ക് പല സെക്ടേഴ്സ്, ഇൻഡസ്ട്രീസ് അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അതുപോലെ HDFC ഫ്ലെക്സിക്യാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, ഇതിൽ ഏതാണ് ബെറ്റർ? അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ഫണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. അപ്പോൾ പല സെക്ടേഴ്സ്, ഇൻഡസ്ട്രീസ് അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതുപോലെ ജോഗ്രഫീസിലേക്കുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമാണിത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ കുറഞ്ഞ 65% അസറ്റെങ്കിലും ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഒരു ഫേവറബിൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് കൂടുതലും ലോ ഡെറ്റ്, ഹൈ ROE അതുപോലെ കൂടുതൽ ഡിവിഡൻഡ് പേ ചെയ്യുന്ന കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിലേക്കാണ് അവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കയറുമ്പോൾ ഈ ഒരു ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു പോർഷൻ ഫോറിൻ സ്റ്റോക്സിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുപോലെ തന്നെ വോളറ്റിലിറ്റി കുറയ്ക്കാനായിട്ടും. അപ്പം ഫോറിൻ സ്റ്റോക്സിലേക്ക് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫോറിൻ കമ്പനിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ US മാർക്കറ്റിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കമ്പനികളും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇന്നോവേറ്റീവ് കമ്പനികളൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫണ്ട് മാനേജറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം നമുക്ക് ആദ്യം പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഡൊമസ്റ്റിക് ഇക്വിറ്റി പോർഷൻ ഹാൻഡിൽ ചെയ്യുന്ന മിസ്റ്റർ രാജീവ് തക്കർ അതുപോലെ മിസ്റ്റർ റുക്കുൻ താരാചന്ദനിയാണ്. അപ്പോൾ പാരാപെരി ഫ്ലെക്സിക്യാ ഫണ്ട് ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറാണ് മിസ്റ്റർ രാജീവ് തക്കർ. അപ്പോൾ അദ്ദേഹത്തിന് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പല സെഗ്മെൻറ്റ്സിലായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, കോർപ്പറേറ്റ് ഫൈനാൻസ്, സെക്യൂരിറ്റീസ് ബ്രോക്കിങ്ങിലൊക്കെ 20-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം വാല്യൂ ഇൻവെസ്റ്റിംഗിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് വാരൻ ബഫറ്റ് അതുപോലെ തന്നെ ചാർലി മങ്കറിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷം സ്കീം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിന് അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അപ്രോച്ചുമാണ് അദ്ദേഹത്തിന് ഇതിലേക്ക് എത്തിച്ചേക്കുന്നത്. PPFAS മ്യൂച്വൽ ഫണ്ട് മാനേജർ മിസ്റ്റർ റുക്കുൻ താരാചന്ദിനിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇക്വിറ്റി മാർക്കറ്റിൽ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ 2013 ഗോൾഡ്മാൻ സാക്സ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ചിൽ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് അദ്ദേഹം കരിയർ തുടങ്ങുന്നത്. അപ്പോൾ PPFAS മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യും മുമ്പ് അദ്ദേഹം കോട്ടക് മഹേന്ദ്ര അസറ്റ് മാനേജ്മെൻറ്റിൽ ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് സ്മോൾ അതിൽ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്കായിരുന്നു ഫോക്കസ്. അപ്പോൾ അദ്ദേഹത്തിന് ബിഹേവിയറൽ ഫൈനാൻസ്, വാല്യൂ ഇൻവെസ്റ്റിംഗ് അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻവെസ്റ്റിംഗ് പോലുള്ള ബുക്സ് വായിക്കാൻ വേണ്ടി വളരെ താല്പര്യമാണ്. ഇനി ഫണ്ടിൻ്റെ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ റോണക് ഓൺകർ ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് PPFAS മ്യൂച്വൽ ഫണ്ട് മാനേജർ അതുപോലെ റിസർച്ച് ഹെഡ്. അപ്പോൾ PPFAS മ്യൂച്വൽ ഫണ്ടിൽ റിസർച്ച് ടീമിൽ ഇന്റേൺ ആയിട്ട് 2008 അദ്ദേഹം കരിയർ തുടങ്ങുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു, BSc ഇൻ IT അതുപോലെ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇൻ ഫൈനാൻസ്. ഇനി നമുക്ക് HDFC ഫ്ലെക്സിക്യാപ് ഫണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പല സെക്ടേഴ്സ്, ഇൻഡസ്ട്രീസ് അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമാണിത്. അപ്പോൾ സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രീസിൽ സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനിയിലേക്കാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ള കമ്പനീസാണ് പ്രിഫർ ചെയ്യുന്നത്, അതുപോലെ ESG ആസ്പെക്ട്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് കമ്പനി വാല്യുവേഷൻ കണക്കാക്കുന്നുണ്ട്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സ് അവർ വാങ്ങുന്നില്ല. ഇനി നമുക്ക് ഫണ്ട് മാനേജറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം മിസ് റോഷി ജെയിൻ ആണ് HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് മാനേജർ. റിസർച്ച് ഫണ്ട് മാനേജ്മെന്റിൽ 19 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ 2021 ഡിസംബറിൽ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിൽ ജോയിൻ ചെയ്യും മുമ്പ് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ഇന്ത്യ AMC ലിമിറ്റഡിൽ വൈസ് പ്രസിഡന്റ് അതുപോലെ പോർട്ട്ഫോളിയോ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2002 അഹമ്മദാബാദിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. 1998 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്കോടെ CA കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ CFA ഹോൾഡറും കൂടിയാണ്. അപ്പം രണ്ട് ഫണ്ടിനും സെയിം ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ രണ്ട് ഫണ്ടിൻ്റെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്വിറ്റി അതുപോലെ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗ്രോത്ത് നേടുക എന്നതാണ്. എന്നാലും ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് ഫോറിൻ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ HDFC ഫ്ലെക്സിക്യാപ് ഫണ്ടിന് ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് ഫ്ലെക്സിക്യാപ് ഫണ്ടിൻ്റെയും റിട്ടേൺസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, രണ്ട് ഫണ്ടും കഴിഞ്ഞ 1, 3, 5, 7 അതൊരു 10 വർഷത്തിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ വാല്യൂ റിസർച്ച് റാങ്കിംഗ് പ്രകാരം പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ് HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനേക്കാളും ബെറ്റർ പെർഫോമൻസ് അതിൽ റാങ്കിംഗ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് ഫ്ലെക്സിക്യാപ് ഫണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ അത് പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം രണ്ട് ഫണ്ടും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് തുടർച്ചയായിട്ട് ബാങ്ക്സ്, ഫൈനാൻസ് അതുപോലെ സോഫ്റ്റ്വെയർ സെക്ടറിലേക്ക് കൂടുതൽ ഹോൾഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറാണ് ഇവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു മെയിൻ പോർഷൻ. അപ്പോൾ ഇത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതേസമയത്ത് HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് ബാങ്ക്സ്, ഓട്ടോമൊബൈൽസ് അതുപോലെ ഫാർമ സെക്ടേഴ്സിലേക്ക് തുടർച്ചയായിട്ട് ഹയർ ഹോൾഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടേഴ്സാണ് ഇവരുടെ പോർട്ട്ഫോളിയോയുടെ ഒരു മെയിൻ ഭാഗം. അപ്പോൾ ഈ ഒരു സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. എന്നാൽ ഈ രണ്ട് ഫണ്ടിൻ്റെയും ടോപ്പ് 10 സ്റ്റോക്ക് ഹോൾഡിങ്സ് അവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ ഏകദേശം 50% വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? രണ്ട് ഫണ്ട്സും അവരുടെ ടോപ്പ് ഹോൾഡിങ്സിലേക്ക് കോൺസെൻട്രേറ്റഡ് ആണെന്നാണ്. അപ്പോൾ ഇതവരുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ നമ്മൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഏകദേശം 13%. അപ്പോൾ അതേ സമയത്ത് HDFC ഫ്ലെക്സിക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വരുന്നത് 30%. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് ലോവർ ഫ്രീക്വൻസിയിലാണ് സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു സ്റ്റേബിൾ അപ്രോച്ചാണ്. ഇനി പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോയിൽ 87 സ്റ്റോക്സ് ആണുള്ളത്. അതേസമയത്ത് HDFCയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ 55 സ്റ്റോക്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പറയാം പരാപരികിൻ്റെ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആണെന്നുള്ള കാര്യം. ഇനി പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ കൂടുതലും ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ഒക്കെ ലാർജ് ക്യാപ് കമ്പനീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും. ഇനി HDFC ഫ്ലെക്സിക്യാപ് ഫണ്ടും ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് സൈസബിൾ ഹോൾഡിങ്സ് അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടും അവരുടെ പോർട്ട്ഫോളിയോയുടെ 12.5% സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് പരാപരിക് ഫ്ലെക്സിക്യാപ് ഫണ്ടിനേക്കാളും ഈ ഒരു ഫണ്ട് കുറച്ചും കൂടി വൾണറബിൾ ആയിരിക്കും. നോർമലി ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിന് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണുള്ളത്. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ കൂടുതൽ വോളറ്റൈൽ ആവാം. അപ്പോൾ അത് നമുക്ക് റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് രണ്ട് ഫണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലൊന്നും നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ
പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ എബോ ആവറേജ് ഗ്രോത്ത് നേടിയ കമ്പനീസിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ലോങ് ടേമിൽ സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസാണ് ഈ ഒരു ഫണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് വഴി നമുക്ക് പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇനി HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും GARP ആണ് ഫോളോ ചെയ്യുന്നത്, അതായത് ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫണ്ട് ഇവിടെ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഒക്കെ പ്രൈസ് റീസണബിൾ ആണ്, അതായത് ഓവർ വാല്യൂഡ് അല്ല. അപ്പോൾ ലോങ് ടേമിൽ നല്ല പെർഫോമൻസ് ലഭിക്കാനായിട്ട് ഗ്രോത്ത് അതുപോലെ വാല്യൂഷൻ ടേംസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനീസിനെയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ഫണ്ടിൻ്റെയും ക്യാഷ് ഹോൾഡിങ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാഷ് ഹോൾഡിങ്സ് ഉള്ളതുകൊണ്ട് ഫണ്ട് മാനേജേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അപ്രോച്ച് വഴി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രഷർ അവർക്കില്ല. അപ്പോൾ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ കൂടുതൽ ക്യാഷ് ഹോൾഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു അപ്രോച്ച് അവർക്ക് ഫ്ലെക്സിബിലിറ്റി അതുപോലെ സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇക്വിറ്റി ഫണ്ട്സും നോർമൽ മാർക്കറ്റ് കണ്ടീഷനിലും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 5 മുതൽ 6% ക്യാഷ് വെക്കും. അപ്പോൾ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും ഇതുപോലെ ക്യാഷ് ഹോൾഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പല ഇക്വിറ്റി ഫണ്ട്സിൻ്റെ ഒരു കോമൺ പ്രാക്ടീസാണ്. ഇനിയിപ്പോൾ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ബാക്കിയുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട് ഫോറിൻ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു യുണീക്ക് അപ്രോച്ചാണ്. അപ്പോൾ ഇതുവഴി ഫണ്ടിന് ഗ്ലോബൽ മാർക്കറ്റിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസിന് ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഫെബ്രുവരിയിൽ അവരുടെ AUMൻ്റെ 13% ഫോറിൻ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ മെയിൻലി US ബ്ലൂ ചിപ്പ് കമ്പനികളാണ്, ലൈക്ക് ഇപ്പോൾ ആമസോൺ, ആൽഫബറ്റ്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിലേക്കൊക്കെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൈക്ലിക്കലാണ്, അതായത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫണ്ട്സ് ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാത്രം ലിമിറ്റഡ് ആക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് വോളറ്റിലിറ്റി കുറയ്ക്കാനും അതുപോലെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഫോറിൻ സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വഴി ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്, അതുപോലെ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയാൽ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് അവരുടെ കാറ്റഗറി അതുപോലെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നോക്കാം. അപ്പോൾ റിട്ടേൺസ് നേടാനായിട്ട് ഫണ്ട് എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതുപോലെ റിസ്കിൻ്റെ ടേംസിൽ ഫണ്ട് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ റിസ്ക് മെഷർ ചെയ്യും, അതായത് അവരുടെ ആവറേജ് ആനുവൽ റിട്ടേൺസിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിച്ചു തരും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെങ്കിൽ ഫണ്ട് അത്രയും വോളറ്റൈൽ ആയിരിക്കും. ഇപ്പോൾ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് 10.63 ആണ്. അപ്പോൾ ഇത് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് സ്റ്റേബിൾ ആണ്. എസ്പെഷ്യലി മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കുമ്പോൾ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.56%. അപ്പോൾ ഇത് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാലും പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണിത്. ബീറ്റ അവരുടെ ബെഞ്ച് മാർക്കിന് വെച്ച് നോക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്യും. ഇപ്പോൾ ഫണ്ടിൻ്റെ ബീറ്റ 1 കുറവാണെങ്കിൽ മാർക്കറ്റിനേക്കാളും റിസ്ക് കുറവായിട്ടാണ് അത് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ ബീറ്റ് വരുന്നത് 0.63 ആണ്. അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ ബീറ്റ് വരുന്നത് 0.83 ആണ്. അപ്പോൾ ഇതൊരു കാറ്റഗറി ആവറേജ് ആയ 0.92 കുറവാണ്. അതായത് മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഫണ്ടും റിസ്ക് കുറവാണ്. പക്ഷേ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ ബീറ്റ ഫ്ലെക്സി ക്യാപ് ഫണ്ട് കാറ്റഗറിയിൽ ലോവസ്റ്റ് ആണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. ഇപ്പോൾ ഒരു ഇക്വിറ്റി ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്നതാണ് ഷാർപ്പ് റേഷ്യോ. അതായത് ഫണ്ട് ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പം എത്ര എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ ഷാർപ്പ് റേഷ്യോ എന്ന് 1.02 ആണ്. അതായത് ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 1.02 ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതേസമയത്ത് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ എന്ന് 1.23 ആണ്. അതായത് ഫണ്ട് ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 1.23 ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കൂടുതലാണെന്നാണ്. ഇപ്പോൾ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനേക്കാളും കൂടുതലാണ്. അതുപോലെ രണ്ട് ഫണ്ടും അവരുടെ കാറ്റഗറി ആവറേജ് ആയ 0.61 ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി സോർട്ടിനോ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടിന്റെ ഡൗൺ സൈഡ് റിസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെട്രിക് ആണ്. അതേസമയത്ത് ഷാർപ്പ് റേഷ്യോ ടോട്ടൽ വോളറ്റിലിറ്റി കണക്കാക്കും. അപ്പോൾ സോർട്ടിനോ റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന് സോർട്ടിനോ റേഷ്യോ 2.38 ആണ്. അത് പാരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിൻ്റെ നമ്മൾ സോർട്ടിനോ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.45 കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഡൗൺ സൈഡ് റിസ്ക് വെച്ച് നോക്കുമ്പോൾ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ഫണ്ടിൻ്റെയും അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബുൾ മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എത്ര ഗെയിൻ ചെയ്തു എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ഫണ്ട് എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
ഇനിയിപ്പം ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ വെച്ച് നോക്കുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അതായത് മാർക്കറ്റ് ഇടിഞ്ഞു ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞു എന്നത് ഈ റേഷ്യോ കാണിച്ചു തരും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കും. പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന്റെ 10-year അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 86 ആണ്. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജ് ആയ 95-നേക്കാളും കുറവാണ്. അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 108 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ബുൾ ഫേസിലുള്ളപ്പം പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് കാറ്റഗറി അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെയും ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ മാർക്കറ്റ് കയറുമ്പോൾ ചെറുതായിട്ട് പെർഫോമൻസ് കുറയാം. പക്ഷേ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് 10-year ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 47 ആണ്. അപ്പോൾ ഇത് കാറ്റഗറി അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡൗൺ സൈഡ് റേഷ്യോനേക്കാളും വളരെ കുറവാണ്. അതായത് മാർക്കറ്റ് കറക്ഷൻ ഉള്ളപ്പോൾ കാറ്റഗറി അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെ വെച്ച് നോക്കുമ്പോൾ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ടിന് വീഴാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഫണ്ടിന് കഴിയും. നമുക്കിനി വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് അതുപോലെ തന്നെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് റണ്ണിൽ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ് HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. എന്നാൽ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന്റെ ഷാർപ്പ് റേഷ്യോ അതുപോലെ സോർട്ടിനോ റേഷ്യോ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ഹയർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഹയർ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ ഉള്ള HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന് ബുൾ മാർക്കറ്റിൽ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിനെ ഔട്ട് പെർഫോം ചെയ്യാം. അതേസമയത്ത് ഇനിയിപ്പോൾ മാർക്കറ്റ് ഇടിയുമ്പോൾ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ ക്യാപ്ചർ റേഷ്യോ 47 നമുക്ക് മനസ്സിലാക്കാം ഇത്. അപ്പോൾ ഇതൊരു കാറ്റഗറിയിലെ ലോവസ്റ്റ് ആണ്. അപ്പോൾ പല മാർക്കറ്റ് കണ്ടീഷനിലും രണ്ട് ഫണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗോൾ അതൊരു റിസ്ക് ടോളറൻസ് അനുസരിച്ച് ഏതൊരു ഫണ്ടിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പാരാപാരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് തമ്മിൽ 32% പോർട്ട്ഫോളിയോ ഓവർലാപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് രണ്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ട് ഫണ്ടിൻ്റെയും AUM ഹൈ ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫണ്ടും നല്ലൊരു ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് ഇതിൽ ഏത് ഫണ്ടാണ് നല്ലത്? കമൻസിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഫണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും ഗ്രോ മലയാളം ചാനലിലൂടെ തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.